ഹായ് ഫ്രണ്ട്സ്, ഇലക്ട്രോണിക് സ്പാർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സാധാ ഒരു ഹെഡ്സെറ്റിനെ എങ്ങനെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആക്കാം എന്നുള്ളതാണ്. ഹെഡ്സെറ്റിൻ്റെ വയർ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചാലും വീണ്ടും അത് പറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിത് എങ്ങനെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആക്കി എടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് ഈസിയായി ചെയ്യാവുന്നതാണ്. ഇതിനായി നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ: മൊബൈലിൽ ഉപയോഗിക്കുന്ന ചെറിയ ബാറ്ററി, ഒരു ബ്ലൂടൂത്ത് ബോർഡ്, ഒരു 5 വോൾട്ടിൻ്റെ ആംപ്ലിഫയർ ബോർഡ്, ഒരു ചാർജിങ് സോക്കറ്റ്, ഒരു സ്വിച്ച്. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് സാധാ ഹെഡ്സെറ്റ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാക്കി മാറ്റാം. സാവധാനം ഇതിൻ്റെ കവർ ഊരിയെടുക്കാം. ഇതിൻ്റെ കവറിലെ സ്പോഞ്ച് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എത്ര വില കൂടിയ ഹെഡ്സെറ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ വയർ പൊട്ടിക്കഴിഞ്ഞാൽ ഈ സ്പീക്കറുകളിൽ കണക്ഷൻ കിട്ടാതെയാവുമ്പോൾ നമ്മളത് ഉപേക്ഷിക്കുകയാണ് പതിവ്. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആക്കുന്നതുകൊണ്ട് ഈ വയർ പിന്നെ ഈ ഹെഡ്സെറ്റിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമുക്കിതിന് കണക്ഷൻ കൊടുക്കാം. ബോർഡിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊടുക്കേണ്ട കണക്ഷൻ കൊടുക്കേണ്ട വിധത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയൊരു സോൾഡറിങ്ങിലൂടെ രണ്ട് ബോർഡും നമുക്ക് ഒരുമിച്ചാക്കാം. അതിനായി ഒരു 3 ലെഗ് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടതാണ്. ആ സോൾഡർ ചെയ്ത് പിടിപ്പിച്ച ലെഗ് ആംപ്ലിഫയറിൻ്റെ ബോർഡുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോർഡ് പോലെ ആയി കിട്ടും. ബോർഡുകളുടെ കണക്ഷൻ കൃത്യമായി ബോർഡുകളിൽ എഴുതിയിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് കൃത്യമായി സോൾഡർ ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. അങ്ങനെ സോൾഡർ ചെയ്താൽ ഏകദേശം ഒരു ബോർഡ് പോലെ തന്നെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ രണ്ട് ബോർഡുകളുടെയും ഇൻപുട്ട് വോൾട്ടേജ് 5 വോൾട്ട് ആണെങ്കിൽ പോലും നമുക്ക് 3.7 വോൾട്ട് ബാറ്ററിയിൽ ഇത് വർക്ക് ചെയ്യുന്നതാണ്. രണ്ട് ബോർഡിന് ഇൻപുട്ട് വോൾട്ടേജ് പാരലായി കണക്ഷൻ കൊടുക്കാം. കാരണം വയറുകളുടെ എണ്ണം നമുക്ക് കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഹെഡ്സെറ്റിൻ്റെ അകത്ത് ഒരുപാട് വയറുകൾ വരുവാനും വയറുകൾ വീണ്ടും പൊട്ടിപ്പോകുവാനും ചാൻസ് ഉണ്ടാകും. ഇങ്ങനെ സോൾഡർ ചെയ്ത ഈ ബോർഡ് നമ്മൾ ഹെഡ്സെറ്റിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യേണ്ടതാണ്. ഹെഡ്സെറ്റിൻ്റെ എല്ലാ സ്ക്രൂകളും നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. സാവധാനം അഴിച്ചെടുക്കുക. കൂടുതൽ ലോക്കുകളുള്ള ഒരു ഹെഡ്സെറ്റ് ആയതുകൊണ്ട് നമ്മൾ സാവധാനം അഴിച്ചില്ല എങ്കിൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് റിട്ടേൺ ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ലോക്കുകൾ സാവധാനം റിമൂവ് ചെയ്യുക. ലോക്കുകൾ ഒടിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാറ്ററിയുടെ കണക്ഷൻ കൃത്യമായി ബാറ്ററിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോൾഡർ ചെയ്യുമ്പോൾ മറ്റുള്ള ലെഗുകളിൽ മുട്ടാതെ സൂക്ഷിക്കേണ്ടതാണ്. ബാറ്ററി വച്ചതിന് ശേഷം അതിന് വയർ കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി ചെറിയൊരു ഹോൾ ഇടുക. അതിന് സോൾഡറിങ് അയൺ ഉപയോഗിക്കാവുന്നതാണ്. വയർ ഗമ്മിട്ട് ഉറപ്പിക്കുക. ചാർജിങ് സോക്കറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ തടസ്സങ്ങളില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തേണ്ടതാണ്. എക്സ്ട്രാ എന്ത് ആഡ് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ സ്പീക്കർ അടയുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് നമുക്ക് ബോർഡ് കൃത്യമായി ഉറപ്പിച്ച് വയ്ക്കാം. സോൾഡർ ചെയ്യുന്ന വയറുകൾ കൃത്യമായി നീളത്തിലെടുക്കുക. കൂടുതലായാലും കുറവായാലും പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. രണ്ട് സ്പീക്കറിലേക്കുമുള്ള കണക്ഷനുകൾ കൃത്യമായി ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായി നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. സോൾഡർ ചെയ്യുമ്പോൾ കണക്ഷനുകൾ കൂട്ടിമുട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും ലെഗ് കൂട്ടിമുട്ടിയിരുന്നാൽ ഈ ബോർഡ് വർക്ക് ചെയ്യില്ല. ഏതൊരു ഇലക്ട്രോണിക്സ് ബോർഡ് സോൾഡർ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായി സോൾഡർ ചെയ്ത് കൊടുക്കണം. ഏതൊരു ലെഗും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. സ്പീക്കറിൽ അധികം നീളമില്ലാത്ത 2 വയറുകൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. കാരണം ആ സ്പീക്കറിൻ്റെ കവറിൽ തന്നെയാണ് നമ്മൾ ആംപ്ലിഫയറിൻ്റെ ബോർഡ് വയ്ക്കുന്നത്. അതിനാൽ അതിൻ്റെ വയറിന് അധികം നീളത്തിൻ്റെ ആവശ്യമില്ല. ആംപ്ലിഫയർ ബോർഡ് കൃത്യമായി വച്ചതിന് ശേഷം നമുക്ക് ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കാം. ബാറ്ററി കണക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് അതിന് ഇൻപുട്ട് ഔട്ട്പുട്ട് വയറുകൾ കൃത്യമായി ശ്രദ്ധിക്കുക.
ലെഡ് നന്നായി പിടിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. സോൾഡർ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കവർ റിട്ടേൺ ഫിറ്റ് ചെയ്യാവുന്നതാണ്. വയറൊന്നും പൊട്ടിപ്പോകാതെ കവർ കൃത്യമായി ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ ബാറ്ററി ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിക്കുകയോ ഗമ്മിട്ട് ഉറപ്പിക്കുകയോ നമുക്ക് ചെയ്യാവുന്നതാണ്. കവർ കയറ്റിയിടുന്നതിന് മുമ്പ് ബാറ്ററി ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കുന്നത് ഉപകാരപ്രദമാകും. ഈ ഹെഡ്സെറ്റിൻ്റെ കവർ നല്ല ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. കവർ കീറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാറ്ററി ഹെഡ്സെറ്റിൻ്റെ പുറത്തുള്ള ഭാഗത്ത് തന്നെ വയ്ക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഹെഡ്സെറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്കതൊരു തടസ്സമായി മാറും. വയർ പൊട്ടിപ്പോകാതെ കവർ കറക്റ്റായി ഇട്ട് കൊടുക്കുക. കൃത്യമായി സ്ക്രൂ ചെയ്ത് അടയ്ക്കുക. ഫ്രണ്ട്സ്, നമ്മുടെ സാധാ ഹെഡ്സെറ്റ് ബ്ലൂടൂത്ത് ആകുന്ന വിധം കറക്റ്റായി കഴിഞ്ഞു. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കൊരു മൊബൈൽ ചാർജർ ഉപയോഗിച്ച് ചാർജ് കയറുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അതിന് ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ബാറ്ററിയിലോട്ട് ചാർജ് കയറുന്നുണ്ട് എന്നാണ്.